നിരീശ്വരവാദിയായതിന് കാരണം വ്യക്തമാക്കിയ ഒരു രേഖ തന്നെ എഴുതിയുണ്ടാക്കിയ ഭഗത് സിംഗിനെ RSS ആക്കാൻ നോക്കുന്നവരെ എന്തു വിളിക്കണം? വിചാരണ തുടങ്ങും മുമ്പ് ഭഗത് സിംഗ് മജിസ്ട്രേറ്റിനോടൊരു ആവശ്യം ഉന്നയിക്കുന്നു. ഇന്ന് ജനുവരി 24 ലെനിൻ മരണപ്പെട്ട ദിനം, ലെനിൻ്റെ ദിനം. അതുകൊണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഒരു ടെലഗ്രാം അയക്കണം. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്, അനുവദിക്കണം. ആരായിരുന്നു ഭഗത് സിംഗ് എന്നതിൽ ഇന്ന് തർക്കമില്ല. രാഷ്ട്രത്തിന് വേണ്ടി ധീരമായി പൊരുതിയ, കൊലക്കയറിലേക്ക് നടന്നെടുക്കുമ്പോൾ പോലും പതറാത്ത വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം എന്നതിൽ ഇന്ന് എല്ലാവരും യോജിക്കുന്നു. എന്നാൽ ഒരു കാലത്ത് അദ്ദേഹത്തെ ഭീകരവാദിയായി പോലും കണ്ടിരുന്നവരുണ്ട്. ഗാന്ധിജിയുടെ അഹിംസയിൽ അധിഷ്ഠിതമായ സമര പോരാട്ടത്തിനിടയിൽ ജോൺ ബി സാൻഡേഴ്സ് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് വീഴ്ത്തിയ ഭഗത് സിംഗും സഹാക്കളും സ്വീകരിച്ചത് ശരിയായ മാർഗമോ എന്നൊക്കെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്ന് ആ തർക്കങ്ങളില്ല. ഇപ്പോൾ തർക്കം മറ്റൊന്നിലാണ്. എന്തായിരുന്നു ഭഗത് സിംഗിൻ്റെ രാഷ്ട്രീയ ആദർശം? ഡോക്ടർ KN പണിക്കരെ പോലെയുള്ള മാർക്സിസ്റ്റ് ചരിത്ര പണ്ഡിതർ പറയും പോലെ അദ്ദേഹം ഒരു ഏർലി മാർക്സിസ്റ്റ്, ആദ്യകാല മാർക്സിസ്റ്റ് ആയിരുന്നോ? അതോ RSS ബുദ്ധിശാലികൾ നെയ്തെടുക്കുന്ന പുതുചരിത്രം പറയും പോലെ അദ്ദേഹം ഒരു ഹിന്ദുത്വ പോരാളിയായിരുന്നോ? അങ്ങനെ ഒരു ചരിത്ര നിർമ്മിതി നടക്കുന്നുണ്ട്. RSS പ്രസിദ്ധീകരണങ്ങൾ ഒന്ന് വെറുതെ മറിച്ചാൽ ഇതിനായി അവർ കണ്ടെടുക്കുന്ന പല ഞെട്ടിക്കുന്ന തെളിവുകളും കാണാം. ചില സാമ്പിളുകൾ കാണുക. പഞ്ചാബി ഭാഷയെപ്പറ്റി 16-ാം വയസ്സിൽ ഭഗത് സിംഗ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ അദ്ദേഹം ഉറുദു ഭാഷയെ പരിഹസിച്ചു അത്രേ. മുസ്ലിം അധിനിവേശത്തിനെതിരായിരുന്നു അദ്ദേഹം എന്ന് വ്യക്തമല്ലേ? ഇതാണ് ഒരു തെളിവ്. ജയിൽ കുറിപ്പിൽ ചിലയിടത്ത് RSS ആചാര്യൻ സവർക്കറുടെ ഹിന്ദു പദപാതശാഹി എന്ന കൃതിയിൽ നിന്ന് ചിലത് ഭഗത് സിംഗ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സവർക്കറുടെ അനുയായിയാണെന്നതിൽ സംശയമുണ്ട്. ആദ്യകാലത്ത് കത്തുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ഓം എന്ന് എഴുതിയിരുന്നു. അപ്പോൾ പിന്നെ ഈശ്വരന് സമർപ്പിച്ചതായിരുന്നു ജീവിതം എന്ന് ഉറപ്പല്ലേ? സവർക്കർ രാഷ്ട്രീയ ഗുരുവായി കണ്ടിരുന്ന ഇറ്റാലിയൻ ദേശീയവാദി മസീനിയുടെ പുസ്തകം ഭഗത് സിംഗും വായിച്ചിരുന്നു. പോരെ തെളിവ് എന്ന മട്ടിലാണ് വാദങ്ങൾ. തൂക്കിലേറ്റിയിരുന്നില്ലെങ്കിൽ KB ഹെഡ്ഗേവാറിന് ശേഷം ഭഗത് സിംഗ് RSS സർസംഘചാലകാകുമായിരുന്നു എന്നതിൽ സംശയമുണ്ടോ എന്ന് വായിക്കുന്നവർക്ക് തോന്നും മട്ടിലാണ് എഴുത്ത്. പിന്നെയും ശങ്ക മാറാത്തവർക്കായി ജയിൽ ഡയറിയിൽ ലെനിനെപ്പറ്റിയും മാർക്സിനെപ്പറ്റിയും കാണുന്നതൊക്കെ വൈദേശിക ശക്തികളെ എഴുതി ചേർത്തതാകാം എന്ന ഊഹം കൂടി ചേർത്താണ് അവർ ലേഖനം അവസാനിപ്പിക്കുക. ജയിൽ ഡയറിയിലെ ചില പേജുകൾ കാണാതായിട്ടുണ്ടെന്നും ഹിന്ദുത്വ ചിന്തകൾ അതിലായിരുന്നിരിക്കാം എന്നും സമാശ്വസിക്കുന്ന ലേഖനവും കണ്ടു. എന്തായിരുന്നു ഭഗത് സിംഗിൻ്റെ രാഷ്ട്രീയ ആദർശം എന്നതിന് ഒത്തിരി ഗവേഷണമൊന്നും ആവശ്യമില്ല. അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ ഓം എന്നെഴുതി കുത്തിട്ടിരുന്നു. ഉറുദു മോശമാണെന്ന് പറഞ്ഞിരുന്നു. സവർക്കറെ നോക്കി ചിരിക്കുമായിരുന്നു എന്നതുപോലെയുള്ള ബാലിശമായ തെളിവുകളൊന്നും അതിന് വേണ്ട. ലാഹോർ ജയിലിൽ തൂക്കുമരം കാത്ത് കിടക്കുമ്പോൾ 1930 ഭഗത് സിംഗ് വൈ ഐ ആം എൻ ഈത്തിസ്റ്റ്, എന്തുകൊണ്ട് ഞാൻ നിരീശ്വരവാദിയാണ് എന്ന ഉപന്യാസം എഴുതിയത്. നിരീശ്വരവാദിയായതിന് കാരണം വ്യക്തമാക്കിയ ഒരു രേഖ തന്നെ എഴുതിയുണ്ടാക്കിയ ഭഗത് സിംഗിനെ RSS ആക്കാൻ നോക്കുന്നവരെ എന്തു വിളിക്കണം? അതോ ഇപ്പോൾ RSS ദൈവത്തേക്ക് വിട്ടോ? ജയിൽവാസ കാലത്തും കോടതിയിലെ വിചാരണ വേളയിലും തൻ്റെ രാഷ്ട്രീയ ആദർശത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ജയിലിൽ നിന്ന് എഴുതിയ കത്തുകളിൽ, ലേഖനങ്ങളിൽ, ജയിൽ ഡയറിക്കുറിപ്പിൽ എല്ലാം ഈ രാഷ്ട്രീയ ആദർശം തുടിച്ചു നിൽക്കുന്നു. ഭഗത് സിംഗും സഹാക്കളും പ്രവർത്തിച്ച സംഘടനയുടെ പേര് തുടക്കത്തിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നായിരുന്നു. 1928 ഭഗത് സിംഗിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് അതിൻ്റെ പേര് മാറ്റി. പേരിൽ സോഷ്യലിസം കൂട്ടിച്ചേർത്തു. വെറും സ്വാതന്ത്ര്യമല്ല, ജനകീയ സമരങ്ങളിലൂടെ ഒരു തൊഴിലാളി വർഗ ഭരണകൂടം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം എന്നും HSRA പ്രഖ്യാപിച്ചു. 1928 കീർത്തി വാരികയിൽ എഴുതിയ ലേഖനത്തിൽ സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കുന്ന വർഗീയതയ്ക്കെതിരെ ഭഗത് സിംഗ് മുന്നറിയിപ്പ് നൽകുന്നു. സമൂഹത്തിൽ ഭിന്നത വളർത്തുന്ന മാധ്യമങ്ങളെയും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. മാർക്സിനെയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. കേൾക്കുക. വിശപ്പിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. മാർക്സ് പകർന്ന ഉൾക്കാഴ്ചകൾ ഒന്നാണിത്. പരസ്പരമുള്ള കലാപം അവസാനിപ്പിക്കാൻ ഉണ്ടാവേണ്ടത് വർഗബോധമാണ്. ദരിദ്രർ, കഷ്ടപ്പെടുന്നവർ, കർഷകർ തുടങ്ങിയവർ എല്ലാവരും മുതലാളിത്തമാണ് അവരുടെ യഥാർത്ഥ ശത്രു എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നു. 1931 ഫെബ്രുവരിയിൽ യുവ വിപ്ലവകാരികൾക്ക് വേണ്ടി എഴുതിയ കത്തിലും ഇക്കാര്യം ആവർത്തിക്കുന്നു. വിപ്ലവം എന്നത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ വലിച്ചെറിഞ്ഞ് സോഷ്യലിസ്റ്റ് ക്രമം സ്ഥാപിക്കലാണ് എന്ന് കൃത്യമായി ഭഗത് സിംഗ് എഴുതുന്നു. ഇതൊക്കെ പുസ്തകങ്ങളിൽ വന്നതല്ലേ? അതൊക്കെ മാർക്സിസ്റ്റുകാർ എഴുതി ഉണ്ടാക്കുന്നതാകാമല്ലോ. ചരിത്രരേഖ വല്ലതും, ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടോ തെളിവായി എന്ന് RSSകാർ ചോദിക്കും എന്നറിയാം. അവർക്ക് ഏറ്റവും വിശ്വാസമാകുക ബ്രിട്ടീഷ് സർക്കാരിൻ്റെ രേഖകളായിരിക്കുമല്ലോ. അതുകൊണ്ട് അവ നോക്കാം.
ഭഗത് സിംഗിൻ്റെയും സഖാക്കളുടെയും വിചാരണ നടക്കുമ്പോൾ ഓരോ ദിവസവും ഉണ്ടാകുന്നതൊക്കെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വിചാരണ അസാധ്യമാവുകയാണെന്നും അവർ മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു. നാഷണൽ ആർക്കൈവ്സിൽ, കേരളത്തിലെ ആർക്കൈവ്സിലല്ല, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ കേന്ദ്രമന്ത്രിസഭയിലെ വകുപ്പിൻ്റെ കീഴിലെ നാഷണൽ ആർക്കൈവ്സിൽ ഓൺലൈനായി തന്നെ ഈ രഹസ്യരേഖകൾ ഇന്ന് ലഭ്യമാണ്. പണം കൊടുത്താൽ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. അതിൽ ഒരു ദിവസത്തെ റിപ്പോർട്ട് മാത്രം ഉദ്ധരിക്കാം. എല്ലാ ദിവസവും ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് കോടതിയിൽ ഹാജരാകുന്ന പ്രതികൾ 1930 ജനുവരി 24 കോടതിയിലെത്തിയത് തലയിൽ ചുവന്ന തുവാല കെട്ടിയാണെന്ന് ഈ കുറിപ്പിൽ പറയുന്നു. വിചാരണ തുടങ്ങും മുമ്പ് ഭഗത് സിംഗ് മജിസ്ട്രേറ്റിനോടൊരു ആവശ്യം ഉന്നയിക്കുന്നു. ഇന്ന് ജനുവരി 24 ലെനിൻ മരണപ്പെട്ട ദിനം, ലെനിൻ്റെ ദിനം. അതുകൊണ്ട് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ഒരു ടെലഗ്രാം അയക്കണം. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്, ആവശ്യമാണ്, അനുവദിക്കണം. തുടർന്ന് ടെലഗ്രാമിൻ്റെ ഉള്ളടക്കം ഭഗത് സിംഗ് കോടതിയിൽ ഉറക്കെ വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലുള്ള ടെലഗ്രാമിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: മഹാനായ ലെനിൻ്റെ ചിന്തകളെ, ആശയങ്ങളെ മുന്നോട്ട് നയിക്കുന്ന, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ലെനിൻ ദിനത്തിൽ ഞങ്ങൾ അഭിവാദ്യം ചെയ്തു. റഷ്യ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പരീക്ഷണത്തിന് ഞങ്ങൾ എല്ലാ വിജയവും ആശംസിക്കുന്നു. സാർവദേശീയ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടൊപ്പം ഞങ്ങളുടെ ഈ ശബ്ദവും ചേർത്ത് വയ്ക്കുന്നു. തൊഴിലാളി വർഗം വിജയിക്കും, മുതലാളിത്തം പരാജയപ്പെടും, സാമ്രാജ്യത്വം തുലയട്ടെ. മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ രേഖകളിൽ, അവരുടെ ആർക്കൈവ്സിൽ ഈ ടെലഗ്രാമിൻ്റെ ഉള്ളടക്കം ഇപ്പോഴും കാണാം. മരണത്തിന് തൊട്ടു മുമ്പ് വരെ വായിക്കാൻ ഭഗത് സിംഗ് ആവശ്യപ്പെട്ടിരുന്നതെല്ലാം മാർക്സിസ്റ്റ് സാഹിത്യമായിരുന്നു. പലരുടെയും സഹായത്തോടെ ഇവ ജയിലിൽ എത്തിച്ചിരുന്നതായും കുൽദീപ് നയ്യാരുടെ അടക്കമുള്ള ഭഗത് സിംഗ് കൃതികളിൽ കാണാം. തൂക്കുമരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ജയിൽ അധികൃതർ എത്തിയപ്പോൾ ക്ലാര സോത്കിൻ എഴുതിയ റെമിനിസൻസ് ഓഫ് ലെനിൻ, ലെനിനെ പറ്റിയുള്ള ഓർമ്മക്കുറിപ്പുകളാണ് ഭഗത് സിംഗ് വായിച്ചുകൊണ്ടിരുന്നതെന്നും ചരിത്രരേഖകൾ പറയുന്നു. ഓരോ ചുവടുവയ്പ്പും തൂക്കുമരത്തിലേക്കാണെന്ന തിരിച്ചറിവിൻ്റെ നിമിഷങ്ങളിൽ പോലും RSSകാർക്ക് പോലും വ്യക്തമാകും വിധം ഇത്ര തെളിമയോടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഭഗത് സിംഗിനെയാണ് വ്യാജ ചരിത്ര നിർമ്മിതിയിലൂടെയും സാങ്കല്പിക കഥകളിലൂടെയും സംഘപരിവാറിൻ്റെ മുൻഗാമിയാക്കി എടുക്കാൻ ചിലർ പാടുപെടുന്നത്.